നമസ്കാരം. KAS മെൻറ്ററിൻ്റെ മെയിൻസ് ആൻസർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. എൻവയോൺമെൻറ്റ് നമുക്കറിയാം, പേപ്പർ 2 പാർട്ട് ബിയിലാണ് എൻവയോൺമെൻറ്റ് വരുന്നത്. എൻവയോൺമെൻറ്റിലെ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം ധാരാളമായിട്ട് പൊല്യൂഷൻ്റെ എഫക്റ്റും കാര്യങ്ങളും പൊല്യൂഷനെ പറ്റിയുള്ള വാർത്തകളൊക്കെ നമ്മൾ ധാരാളമായിട്ട് പത്രങ്ങളിലൊക്കെ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനായി എയർ പൊല്യൂഷൻ മാറുന്നത്. അതുകൊണ്ട് എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ഓരോ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ? സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ സസ്പെൻഡഡ് ഇൻ ദി എയർ, അതിനെയാണ് നമ്മൾ സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ആ വാക്കിൽ തന്നെ അതിൻ്റെ ആ ഒരു ഡെഫിനേഷനുണ്ട്. പക്ഷേ ഈ ഒറ്റ സെൻറ്റൻസിലുള്ള ഈ ഡെഫിനേഷൻ എഴുതി വെച്ചാൽ മാത്രം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്ക് കിട്ടില്ല. കാരണം അതൊരു വളരെ ചെറിയൊരു ആൻസറായി പോകും. സോ അതുകൊണ്ട് നമുക്കറിയാവുന്ന എന്തെങ്കിലും ഒരു എക്സ്ട്രാ പോയിൻറ്റും കൂടി നമ്മൾ ഈ ആൻസറിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സോ എന്താണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാ പോയിൻ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ലാർജ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്നും സ്മോൾ അല്ലെങ്കിൽ ഫൈൻ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്നും. ലാർജ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത് 10 മൈക്രോമീറ്ററിന് മുകളിൽ സൈസുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററിനെയാണ് നമ്മൾ ലാർജ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പോളൻസ്, ഇൻഡസ്ട്രിയൽ ആഷ് മുതലായവയൊക്കെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇനി പറ്റുമെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് കൂടി എന്താണെന്ന് എഴുതുക. ലീഫ് ഏരിയ റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ലാർജ് പാർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ നെഗറ്റീവ് എഫക്റ്റ്. അതായത് ഫോട്ടോസിന്തസിസ് ഏരിയ കുറയുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി സ്മോൾ അല്ലെങ്കിൽ ഫൈൻ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം 10 മൈക്രോമീറ്ററിന് താഴെയുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററാണ്. അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് PM10ഉം PM2.5ഉമാണ്. എന്തുകൊണ്ടാണ് PM10ഉം PM2.5ഉം പ്രധാനപ്പെട്ടതാകുന്നത്? അത് റെസ്പിരബിൾ പാർട്ടിക്കുലേറ്റ് മാറ്ററാണ്. നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലൂടെ കയറി ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ വരെ എത്താൻ സാധ്യതയുള്ള അത്രയും സൈസ് കുറഞ്ഞ പാർട്ടിക്കുലേറ്റ് മാറ്ററാണത്. സോ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിഡ്യൂസിങ് ഇൻഡോർ എയർ പൊല്യൂഷൻ? ഇൻഡോർ എയർ പൊല്യൂഷൻ റിഡ്യൂസ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ 2 വാക്കുകളാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഒന്ന് ഇൻഡോർ എയർ പൊല്യൂഷനും 2 ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ എന്താണ് ഇൻഡോർ എയർ പൊല്യൂഷൻ എന്നല്ല ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അത് റിഡ്യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഉത്തരം എഴുതുമ്പോൾ ആ ഒരു പോയിന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഉത്തരം എഴുതാൻ. സോ അതുകൊണ്ട് ആദ്യത്തെ ഒരു സെൻറ്റൻസ്, ഇൻട്രൊഡക്ടറി സെൻറ്റൻസ്, ഒരു ചെറിയ സെൻറ്റൻസ് മാത്രം ഇൻഡോർ എയർ പൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് എഴുതാം. എയർ പൊല്യൂഷൻ ഹാപ്പനിങ് ഇൻസൈഡ് ദ വാൾസ് ഓഫ് എ ബിൽഡിംഗ് ഈസ് നോൺ ആസ് ഇൻഡോർ എയർ പൊല്യൂഷൻ. അതുകൊണ്ട് നിർത്തുക. പിന്നെ അതിനെക്കുറിച്ചൊന്നും ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ പോകരുത്. പിന്നെ എഴുതേണ്ടത് റിഡ്യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചായിരിക്കണം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇൻഡോർ എയർ പൊല്യൂഷൻ റിഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, ആരാണ് ഇതുകൊണ്ട് അഫക്റ്റഡ് ആവുന്നത് എന്നുള്ളതാണ്. സ്ത്രീകളും കുട്ടികളും, വിമൻ ആൻഡ് ചിൽഡ്രൻ ആർ ഗെറ്റിംഗ് അഫക്റ്റഡ്. സോ അതുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് റിഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇത് സ്ലോ മൂവിങ് എയർ ആണ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ളത്. ഇൻഡോർ എയർ എന്ന് പറയുന്നത് സ്ലോ മൂവിങ് എയർ ആണ്. അതുകൊണ്ട് തന്നെ ഈസിലി ആൻഡ് ഫാസ്റ്റ്ലി കണ്ടാമിനേറ്റഡ് ആവുന്ന ഒരു എയർ ആണ് ഇൻഡോർ എയർ എന്ന് പറയുന്നത്. സോ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇൻഡോർ എയർ പൊല്യൂഷൻ റിഡ്യൂസ് ചെയ്യണം എന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതിൻ്റെ കാരണം. സോ ഇനി റിഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചും കൂടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ്റെ അടുത്ത ഭാഗത്തിൽ എങ്ങനെ ഇൻഡോർ എയർ പൊല്യൂഷൻ റിഡ്യൂസ് ചെയ്യാം എന്നുള്ള സംഭവമാണ് പിന്നീട് വരുന്ന പോയിന്റുകളിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. സോ നമുക്കറിയാം, 2 തരത്തിലുള്ള ഇൻഡോർ എയർ പൊല്യൂഷൻ ഉണ്ട്. എവിടെ സംഭവിക്കുന്നു എന്നനുസരിച്ച് നമ്മൾ 2 തരം ഇൻഡോർ എയർ പൊല്യൂഷനെ കുറിച്ച് പറയാറുണ്ട്. ഒന്ന് റൂറൽ ഇൻഡോർ എയർ പൊല്യൂഷൻ, 2 അർബൻ ഇൻഡോർ എയർ പൊല്യൂഷൻ. നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സോ കാരണം എന്താണ് എന്ന് എഴുതുന്നതിനേക്കാൾ നല്ലതായിട്ട് എങ്ങനെ ഇത് റിഡ്യൂസ് ചെയ്യാം എന്ന രീതിയിൽ എഴുതുക. കാരണം എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്കത് എങ്ങനെ റിഡ്യൂസ് ചെയ്യാം എന്ന് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. സോ എന്താണ് റൂറൽ എയർ പൊല്യൂഷൻ റിഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ റൂറൽ ഇൻഡോർ എയർ പൊല്യൂഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത്, ഒന്ന് ഫയർവുഡ്, കൗഡങ്ക് മുതലായ സംഭവങ്ങൾ കുക്കിംഗ് പർപ്പസിന് വേണ്ടി ബേൺ ചെയ്യുന്നതാണ് റൂറൽ ഇൻഡോർ എയർ പൊല്യൂഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. സോ അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ് PM ഉജ്ജ്വല യോജന എന്ന് പറയുന്നത്. നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ സബ്സിഡി ഫോർഗോ ചെയ്യുന്ന സ്കീമിനാണ് PM ഉജ്ജ്വല യോജന എന്ന് പറയുന്നത്. ഇനി അർബൻ ഏരിയാസിൽ ഇത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്,
പ്രോപ്പറായിട്ടുള്ള വെൻറ്റിലേഷൻ, ബിൽഡിങ്ങുകൾക്ക് പ്രോപ്പറായിട്ടുള്ള വെൻറ്റിലേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നോൺ ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. പെയിൻറ്റ് മുതലായ സംഭവങ്ങൾ നോൺ ഹസാഡസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് നോൺ ഹസാഡസ് കെമിക്കൽസ് അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഡോർ എയർ പൊല്യൂഷൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇൻഡോർ എയർ പൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ടുബാക്കോ സ്മോക്കിംഗ് അല്ലെങ്കിൽ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. സോ സ്മോക്കിങ്ങിൻ്റെ അളവും വീടുകൾക്കുള്ളിൽ കുറയ്ക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഡോർ എയർ പൊല്യൂഷൻ കുറയുന്നതിന് കാരണമാകും. സോ ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഇൻഡോർ എയർ പൊല്യൂഷൻ്റെ സൊല്യൂഷൻസ് ഇതൊക്കെയാണെന്ന് പറയാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇൻഡോർ എയർ പൊല്യൂഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി, അതിൻ്റെ റിഡക്ഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി എല്ലാവരും എടുക്കുന്നത് എന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലും വ്യക്തമാക്കേണ്ടത്. ഇനി നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ ദ മേജർ കോസ് ഓഫ് എയർ പൊല്യൂഷൻ. ക്ലീൻ എൻവയോൺമെൻറ്റ് ഡ്യൂറിങ് കൊറോണ ലോക്ക്ഡൗൺ ഈസ് എ ക്ലിയർ ജസ്റ്റിഫിക്കേഷൻ. അനലൈസ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് എയർ പൊല്യൂഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേജർ കോസ് എന്ന് പറയുന്നത്. ഈ കൊറോണ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ക്ലീൻ എൻവയോൺമെൻറ്റ് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ടോ? പത്രമാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ജലന്ധറിൽ നോക്കിയാൽ നമുക്കിപ്പോൾ ഹിമാലയം കാണാൻ പറ്റുമെന്ന് പറയുന്നു. അതുപോലെ രാഷ്ട്രപതി ഭവൻ്റെ റൈസിന ഹിൽസിൽ നോക്കിയാൽ ഇന്ത്യ ഗേറ്റ് കാണാൻ പറ്റുമെന്ന് പറയുന്നു. പണ്ടൊക്കെ എയർ പൊല്യൂഷൻ കാരണം ഇതൊക്കെ മഞ്ഞ് മൂടിയ പോലുള്ള ഒരു അവസ്ഥയിലായിരുന്നു നിന്നിരുന്നത്. സോ അതുപോലെ തന്നെ വെനീസിൻ്റെ തടാകങ്ങളിൽ ഇപ്പോൾ ഡോൾഫിനുകൾ വരുന്നു. നമ്മുടെ മുംബൈയിലെ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ ഡോൾഫിൻസ് വരുന്നു എന്ന് പറയുന്നു. സോ ഇതൊക്കെ നമ്മുടെ എയർ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് മൊത്തത്തിൽ ക്ലീൻ ആകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ്. സോ ഇത് എല്ലാം തെളിയിക്കുന്നത് മനുഷ്യൻ്റെ ഇടപെടലുകളാണ് എയർ പൊല്യൂഷൻ്റെ ഏറ്റവും വലിയ മേജർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളോട് പരിശോധിക്കാനാണ് ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത്. സോ ഇത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കറിയാം ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ, ആ രീതിയിൽ വേണം നമുക്കിതിൻ്റെ ഉത്തരം എഴുതാൻ. സോ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് എന്തെഴുതാം? എയർ പൊല്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ പിക്ചർ, എയർ പൊല്യൂഷൻ അതുപോലെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ജനറൽ പിക്ചർ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇൻട്രൊഡക്ഷനിൽ കൊടുക്കാൻ പറ്റും. അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് ഇൻ എയർ ഈസ് മേജർലി കോൺട്രിബ്യൂട്ടഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ഇൻഡസ്ട്രീസ്, ട്രാൻസ്പോർട്ടേഷൻ, കൊമേഴ്ഷ്യൽ പ്രോഡക്ട്സ്, അഗ്രികൾച്ചർ എക്സെട്ര. സോ ഈ ഫാക്ടറുകൾ മൂലമാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷന് കാരണമാകുന്നത്. നമ്മുടെ ഇൻഡസ്ട്രീസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അതുപോലെ കൊമേഴ്ഷ്യൽ പ്രോഡക്ട്സും അഗ്രികൾച്ചറൽ വേസ്റ്റ് ബേൺ ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ എയറിനെ പൊല്യൂട്ട് ചെയ്യുന്നത്. 90% ഓഫ് ഗ്ലോബൽ പോപ്പുലേഷൻ ബ്രീത്ത് പൊല്യൂട്ടഡ് എയർ. 95% ലോകത്തിൽ 95% ആളുകളും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറാണ് ശ്വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കുക. പിന്നീട് ബോഡിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ബോഡിയിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഒന്ന്, കൊറോണ ലോക്ക്ഡൗണിൽ എന്ത് സംഭവിക്കുന്നു? കൊറോണ ലോക്ക്ഡൗണിൽ എയർ ക്ലീൻ ആവുന്നതിന് പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ എന്താണ്? ഇത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണോ? ഈ 3 കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബോഡിയിൽ നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് എഴുതേണ്ടത്. സോ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും? ഒന്ന്, നമുക്ക് ആ ഒരു ജനറൽ സെൻറ്റൻസ് എഴുതാം. കൊറോണ വൈറസ് ബേസ്ഡ് ലോക്ക്ഡൗൺ സിറ്റുവേഷൻ മെയ്ഡ് മോസ്റ്റ് ഓഫ് ദി ഗ്ലോബൽ എയർ ക്ലീൻ. ആ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ ബോംബെയുടെ കാര്യത്തിലോ വെനീസിൻ്റെ കാര്യത്തിലോ ജലന്ധറിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കിട്ടിയ എക്സാമ്പിൾസ് വേണമെങ്കിൽ 1-2 എക്സാമ്പിൾസ് കൂടി ആ സെൻറ്റൻസിൻ്റെ കൂടെ നമുക്ക് എഴുതിയാൽ അതിനൊരു ഫാക്ച്വൽ ബാക്കിങ്ങും കൂടെ ആവും. രണ്ടാമത്തെ പോയിന്റ് എന്തെഴുതാം? അത് തന്നെയാണ് ഞാൻ രണ്ടാമത്തെ പോയിന്റിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് കൊടുക്കാവുന്ന എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് 3ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എന്തൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനായിരുന്നു എയറിനെ പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്? കൊറോണ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയാണ് 52% എയർ പൊല്യൂഷനെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ എല്ലാ ഇൻഡസ്ട്രികളും പ്രൊഡക്ഷൻ നിർത്തി വെച്ചിരിക്കുകയാണ് കൊറോണ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട്. സോ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് പ്രധാനമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. കൊറോണ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രീസ് അടച്ചിട്ടിരിക്കുന്നുണ്ട്, എയർ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. ഹ്യൂമൻ ട്രാൻസ്പോർട്ടേഷൻ റിക്വയർമെൻറ്റ്സ് 27% എയർ പൊല്യൂഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ട്രാൻസ്പോർട്ടേഷൻ സെക്ടറാണ്. സോ അതിൻ്റെ ഈ കൊറോണ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് ആരും തന്നെ വീടിന് പുറത്തിറങ്ങാത്തത് കൊണ്ട് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന എയർ പൊല്യൂഷൻ്റെ അളവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള എമിഷൻസ് ഉണ്ട്. നമ്മുടെ ഗ്യാതറിങ്സിൻ്റെ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഫയർ വർക്ക്സ് അതുപോലെയുള്ള കാര്യങ്ങൾ, ക്യാമ്പ് ഫയർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. സോ ഇത്തരം ഹ്യൂമൻ ഗ്യാതറിങ്സും കൊറോണ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് കുറച്ചിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായിക്കൊണ്ടിരുന്ന എയർ പൊല്യൂഷൻ്റെ അളവ് ഒരു പരിധി വരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ലോക്കൽ റെസ്റ്റോറൻറ്റ്സ്, ഗ്യാതറിങ്സ് ഇതെല്ലാം കുറയുന്നത് കൊണ്ട് നമുക്ക് എയർ പൊല്യൂഷൻ മാത്രമല്ല, ഇത് എയർ പൊല്യൂഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. ഇതുപോലെ തന്നെ ഈ പറയുന്ന നോയ്സ് പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഇങ്ങനെ പല രീതിയിലുള്ള പൊല്യൂഷൻ്റെ അളവ് കുറയുകയാണ്. സോ
ഹ്യൂമൻ പുറത്തിറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഈ ലോക്ക്ഡൗൺ അല്ലാതിരുന്ന സമയത്ത് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പൊല്യൂഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊരു ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് മുറിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ വീടുകൾക്കുള്ളിലേക്ക് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം നിൽക്കുകയും ഈ ആക്ടിവിറ്റീസ് എല്ലാം നിന്നതിൻ്റെ ഭാഗമായിട്ട് എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആസ് സച്ച് കുറയുകയും ചെയ്തു എന്ന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുക. ആ ജസ്റ്റിഫിക്കേഷനോട് കൂടി നമുക്ക് നമ്മുടെ ആൻസറിനെ കൺക്ലൂഡ് ചെയ്യാം. Lockdown of humans are making all these improvements in air quality which shows the contribution of humans in the same. നമ്മൾ തന്നെയാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ജസ്റ്റ് ഒരു പോയിന്റും കൂടി എടുത്ത് എഴുതുക. ബട്ട് ദിസ് ഈസ് എ ടെമ്പററി ചേഞ്ച് will surely go back to the old stage once the situation is over. ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവം ഒരു ടെമ്പററി ചേഞ്ചാണ്. ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ അവസാനിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീണ്ടും ആ പഴയ ജീവിതം അല്ലെങ്കിൽ ആ പഴയ സംഭവങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന അവസരത്തിൽ വീണ്ടും പഴയതുപോലെ തന്നെ പൊല്യൂഷൻ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ആളുകളെ അവയർനെസ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ആളുകളെ ബോധവൽക്കരിക്കാനുള്ള ബെസ്റ്റ് ടൈം ഇതാണ് എന്നുകൂടെ നമ്മൾ ഉത്തരത്തിൽ പറയുക. അങ്ങനെ അവയർനെസ് കൊടുത്തിട്ട് ഈ പറയുന്ന എന്തെങ്കിലും ഒരു സാഹിത്യപരമായിട്ടുള്ളൊരു സെൻറ്റൻസും കൂടി ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ അവസാനിപ്പിക്കാം. വി ഷുഡ് ബ്രേക്ക് അവേ ഫ്രം ദ സൈക്കിൾ ഓഫ് വിയറിംഗ് മാസ്ക്സ് ഓഫ് പൊല്യൂഷൻ ടു വൈറസ് ആൻഡ് ബാക്ക് അഗെയിൻ. പൊല്യൂഷനുള്ള സമയത്ത് നമ്മൾ പൊല്യൂഷന് വേണ്ടിയിട്ടുള്ള മാസ്കുകൾ വെക്കും, പൊല്യൂഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ വൈറസ് ബാധ ഏൽക്കാതിരിക്കാനുള്ള മാസ്കുകൾ വെക്കും. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ്റെ സൈക്കിൾ ഇപ്പോൾ ഒരു മാസ്കിൽ നിന്ന് മറ്റൊരു മാസ്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ ഏറ്റവും നല്ല രീതിയിൽ ആളുകളെ ബോധവൽക്കരിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആൻസറിനെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു വിസിബിലിറ്റി, നല്ല ഒരു ആൻസറായി അത് മാറുകയും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. സോ ഈ 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ഈ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ പാഠഭാഗങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണ്ടത് എന്നുള്ള കാര്യവും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.